Hi, dears. Good evening. Good evening all. കേൾക്കുന്നില്ല? എന്നെ കേൾക്കാവോ? ഓക്കെ ആണോ? എന്റെ മൈക്ക് ഒരു ഡിസ്റ്റൻസിലായി പോയി, അതാണ്. അപ്പൊ ഇപ്പൊ കേൾക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളൊരു പാരന്റിങ് വെബിനാറിലാണ് ഉള്ളത്. ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെക്കേഷനിലാണ് ഇപ്പൊ ഉള്ളത് അല്ലേ? അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊരു നല്ല പാരന്റ്സ് ആണ് ഇവിടെ ഉള്ളവരെല്ലാന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ട് ഫീൽ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് ടു ആഡ് സംതിങ്, നമ്മളൊരു വെക്കേഷൻ പാരന്റിങ്ങിന്റെ ഒരു ഒരു വെബിനാർ വെക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള എല്ലാവരും പാരന്റ്സ് തന്നെ അല്ലേ? എല്ലാവരും പാരന്റ്സ് അല്ലേ? പാരന്റ്സ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? പാരന്റ്സ് അല്ലാത്തവരുണ്ടോ? യെസ് ഓർ നോ? യെസ്, പാരന്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പോ ഇനി പാരന്റ്സ് അല്ലാത്തവരും ഉണ്ടായേക്കാം. ഇനി ആർക്കായാലും നമ്മളൊരു അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ തന്നെയാണ്. അപ്പൊ എന്റെ അടുത്തൊരു ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് പ്രൊഫഷണൽസ് ആയവരും ഉണ്ടാകും, ജോലി ചെയ്യുന്നവരും ഉണ്ടായേക്കാം, ജോലി ചെയ്യാത്തവർ ഹൗസ് വൈഫ് ആയിട്ടുള്ളവരും ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം അല്ലെ? അപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളൊരു പ്രൊഫഷനിലേക്ക് എത്താൻ വേണ്ടി, ഒരു ജോലിയിലേക്കൊക്കെ എത്താൻ വേണ്ടി നമ്മള് പഠിക്കാറുണ്ട് ഇല്ലേ? ലേൺ ചെയ്യാറുണ്ട്, കോഴ്സുകളൊക്കെ ചെയ്യാറുണ്ട്. എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പഠിച്ചവരായിരിക്കും എല്ലാവരും. എൻ്റെ ഒരു ചോദ്യം ഇതാണ്. നമ്മളൊരു പാരന്റിങ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനു വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ കോഴ്സുകളോ അല്ലെങ്കിൽ ആ ഒരു പാരന്റിങ് നമ്മൾ പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ ആരെങ്കിലും ആ പാരന്റിങ് പഠിച്ചിട്ട് ചെയ്യുന്നവരുണ്ടോ? എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർത്തേണ്ടതെന്നൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്നവരുണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ? ഇല്ല, നോ. ഇല്ല, പഠിച്ചിട്ടില്ല അല്ലെ? അപ്പൊ എല്ലാവരെയും ഞാൻ ഈ ഒരു പാരന്റിങ് സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ പാരന്റിങ് എന്ന് പറയും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കുട്ടികൾ എന്ന് പറയും നമ്മുടെ ലൈഫ് തന്നെ. നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ജീവിക്കുന്നത് തന്നെ കുട്ടികളോട് തന്നെ നമ്മൾ പറയാറുണ്ട്, നിനക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതൊക്കെ പറയാറുണ്ട് അല്ലെ? പക്ഷെ നമുക്ക് അറിയാത്ത ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു അറിയാത്ത ഒരു സംഗതി. നമ്മൾ പണ്ടുള്ളവർ ചെയ്തു പോകുന്ന അതേ റൂട്ടിൽ അതേ രീതിയിൽ സെയിം മെത്തേഡൊക്കെ ചില രീതിയിൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ടാകാം, കമ്മ്യൂണിക്കേഷനിലൊക്കെ ഡിഫറൻസ് കാണിക്കുന്നവരുണ്ടാകാം. എന്നാൽ അതേ രീതിയിൽ നമ്മൾ ഇങ്ങനെ പോരാണ്. അപ്പൊ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു ജോലി ചെയ്യാൻ വേണ്ടി ഒരുപാട് കാലം പഠിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ലൈഫിൽ നമ്മുടെ പ്രതീക്ഷയായ നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ എത്രമാത്രം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് കിട്ടിയ പാരന്റിങ്ങിന്റെ ചിലപ്പോ എവിടേക്കോ പല കാരണങ്ങൾ കൊണ്ട് ചില അപാകതകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ലൈഫിൽ പല രീതിയിലുള്ള ട്രോമാസോ അല്ലെങ്കിൽ പല രീതിയിൽ എന്തെങ്കിലും ഇമോഷണൽ ബാലൻസിങ് ഇല്ലായ്മയോ എന്തൊക്കെയോ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇല്ലേ? നമ്മുടെ പാരന്റിങ്ങിന്റെ ഒരു കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ എന്തെങ്കിലും എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ നമ്മൾ എന്തൊക്കെയോ അനുഭവിച്ചിട്ട് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ പിന്നെ അതിനു വേണ്ടി നമ്മൾ കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ എന്തൊക്കെയോ ചെയ്യാറുണ്ട് ഇല്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ നമ്മുടെ മക്കളെയും വളർത്തുന്നത്. കതിരിൽ വളം വെക്കാന്നൊക്കെ പറയും. അതൊക്കെ കഴിഞ്ഞ് മൂത്ത് എവിടെയോ എത്തിയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട്. അപ്പൊ നമ്മളെ മക്കളെയും അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെയോ എത്തിയിട്ട് ലൈഫിന്റെ ഏതോ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലില്ല. അവർ പഠിക്കുന്നുണ്ട്, അവർ നമ്മൾ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ട്, അവർ ഹാർഡ് സ്കില്ല് പഠിക്കുന്നുണ്ട്, ജോലിക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. പക്ഷെ ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണം, ഒരു ഇമോഷണൽ ഇംബാലൻസ് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണം, ഈ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അവര് ഇതേപോലെ നമ്മളെ പോലെ ഇങ്ങനെ വളർന്ന് എവിടെയോ എത്തിയിട്ട് പിന്നെ
അവർ പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്താണോ മിസ്സായത്, നമുക്ക് എന്താണോ കിട്ടാണ്ട് പോയത്, അത് നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കാൻ ഉള്ള ഒരു ഉത്തരവാദിത്തം, ഒരു ബാധ്യത നമുക്കുണ്ട്. ഇന്ന് അതിനുള്ള എന്താ പറയുക, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു പാരന്റിങ്ങിനെ കുറിച്ച്, ഒരു വെക്കേഷൻ പാരന്റിങ്ങിനെ കുറിച്ച് നല്ല ഒരു സെഷൻ, നിങ്ങളെ ബോറടിപ്പിക്കാതെ ഒരു സെഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സ്പീക്കർ എന്ന് പറഞ്ഞാല് റെമഡിയൽ ടീച്ചറാണ്. റെമഡിയൽ ടീച്ചർ ആയതുകൊണ്ട് തന്നെ അറിയാം കുട്ടികളെ കുറിച്ചും പാരന്റിങ്ങിനെ കുറിച്ചും കുട്ടികളിലുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു റെമഡിയൽ ടീച്ചർ ആയിട്ടുള്ള, അതേപോലെ തന്നെ അതോടൊപ്പം ഞാൻ പിന്നെ വിത്ത് പ്രൗഡ് ഞാൻ പറയാണ്, റെറ്റോറിയ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് കഴിഞ്ഞ് റെറ്റോറിയൻ സ്പീക്കറായി വന്നിട്ടുള്ള ഫസരിയ മൻസൂർ മാമിനെ ഈ ഒരു പാരന്റിങ് സെഷൻ നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തായാലും സം ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. മാമിനെ വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം തന്നെ എനിക്ക് റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഇന്ന് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കംപ്ലീറ്റ്ലി ചില സ്ഥലങ്ങളിലൊക്കെ കറണ്ടൊക്കെ പോയി. ഇവിടെയും കറണ്ട് ഇല്ല കേട്ടോ. ഇതാണ് ഇൻവെർട്ടർ ആണ്. അപ്പോൾ ആ ഒരു അവസ്ഥ പോലെ തന്നെയാണ്. ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോഴും കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് ഞാൻ കാണുന്നത്. എന്നെയും കാണാം, ഫസരിയ മാമിനെയും കാണാം, വേറെ ആരെയും ഞാൻ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, ഇഫ് യു ആർ 100% ഓക്കെ ആൻഡ് കംഫർട്ടബിൾ, നിങ്ങൾക്ക് ക്യാമറ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മളോടൊന്ന് കോപ്പറേറ്റ് ചെയ്യാം, ഒന്ന് ബി എ പാർട്ട് ഓഫ് ദ വെബിനാർ. അപ്പൊ അതും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട്, താങ്ക് യു ഹഫ്സ നൗഷ, താങ്ക് യു മാം ഫോർ സ്വിച്ചിങ് ഓൺ ദ ക്യാമറ. അതേപോലെ തന്നെ എല്ലാവരെയും വൺസ് അഗൈൻ വെൽക്കം ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് ഈ നല്ലൊരു സെഷൻ തരാൻ വേണ്ടി ഫസരിയ മാമിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്താണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് വെബിനാർ. വെൽക്കം ഫസരിയ മാം, ഓവർ ടു യു. താങ്ക് യു മാം. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പാരന്റിങ്ങിനെ കുറിച്ച് അറിയാനാണല്ലേ. അപ്പൊ ഞാനൊരു ചോദിക്കട്ടെ, നിങ്ങളുടെ നമ്മുടെ ലൈഫില് ഒരു 9 മിനിറ്റ് മക്കൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ 24 മണിക്കൂർ ഉണ്ട് അല്ലെ ഒരു ദിവസത്തില്. അപ്പൊ അതില് 9 മിനിറ്റ് നിങ്ങൾ മക്കൾക്കായിട്ട് മാറ്റി വെച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യണം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ നോ, അറിയുന്നവരാണെങ്കിൽ യെസ് എന്ന് ചാറ്റ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഫസ്രിയ, ഞാൻ റെമഡിയൽ ടീച്ചർ ആൻഡ് ട്രെയിനർ. ഇപ്പൊ നമ്മുടെ വിക്ടോറിയ പബ്ലിക് സ്പീക്കിംഗിന്റെ 3rd ബാച്ച് സ്റ്റുഡന്റും കൂടിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പറയുന്നത് അല്ലെ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ്. പാരന്റിങ്ങിലൂടെ പോവാൻ നോക്ക്. അപ്പൊ ഞാൻ നിങ്ങളെ അടുത്ത് ചോദിച്ചു ഒരു 9 മിനിറ്റിന്റെ കാര്യം. നമുക്ക് ആദ്യം 9 മിനിറ്റിലേക്ക് എത്തുന്നതിനേക്കാൾ മുന്നേ നമ്മള് പാരന്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, കുറേ ഒരു മല പോലെ കിടക്കുന്നുണ്ട്. നമ്മളൊക്കെ പാരന്റ് ആണ്. നമ്മൾ ഒരു കുട്ടീനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ഉമ്മയാണ്, അമ്മയാണ് അല്ലെ. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ഒരു മക്കളിനെ കെയർ ചെയ്യുന്ന പാരന്റ്സ് ആണ്. അപ്പോ നമ്മളുടെ അല്ലെങ്കിൽ നമുക്ക് കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള കുറെ നെഗറ്റീവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ അതേ പാരന്റിംഗ് രീതി തന്നെ ആയിരിക്കും നമ്മൾ നമ്മുടെ മക്കളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയിട്ട്, നമ്മള് എന്താ പറയാ, ദേഷ്യപ്പെടുന്ന ഒരു പാരന്റിന്റെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ നമ്മളെ കുട്ടികൾക്കും കൈമാറുന്നുള്ളതാണ്. അത് റസീന മാം പറഞ്ഞ പോലെ നമ്മൾ കുറെ കഴിഞ്ഞതിന് ശേഷം അത് തിരുത്തിനേക്കാൾ നല്ലത് നമുക്ക് ഇപ്പൊ തന്നെ നമ്മളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ മക്കളിലേക്ക് പോവാം. അപ്പൊ ചില പാരന്റ്സ് ഉണ്ട് കേട്ടോ, അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാതും മക്കളിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് നീ അത് ചെയ്താൽ മതി, നീ ഇന്നത് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ സ്കൂളിൽ ഒന്നിനും മക്കൾക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യം പോലും കൊടുക്കില്ല. എന്നിട്ട് എന്താ പറയാ, കൂട്ടിലടക്കപ്പെട്ട ഒരു കിളിയുണ്ട്. അത് സ്വർണ്ണ കൂട്ടിലാണ് ആ കിളിയെങ്കിലും ആ കിളിയുടെ ആഗ്രഹം എന്താ, ആകാശത്തേക്ക് പറക്കണം അല്ലെങ്കിൽ പാറി പറക്കണം എന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെയാണ് ചില പാരന്റ്സ്. ഞാൻ പറഞ്ഞത് നീ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേടണം എന്നൊക്കെ പറയുമ്പോഴും അതിനൊന്നുമില്ല. അല്ലെങ്കിൽ എന്റെ കുട്ടീനെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാല് അവന് എന്തെങ്കിലും ആയി പോകുന്നുള്ള ഒരു പേടി, ചിലർക്ക് സമൂഹത്തിലേക്ക് വിടാനുള്ള പേടി കൊണ്ടായിരിക്കും ആ രീതിയിലേക്ക് എത്തിയിട്ടാവും. ചിലരുണ്ട് എല്ലാത്തിനും ഓവർ ഫ്രീഡം കൊടുക്കും മക്കൾക്ക്. അത് പൈസ കൊണ്ടായി കഴിഞ്ഞാലും എല്ലാത്തിനും, വേണ്ടാത്തതിനും ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവർക്ക് അത് ചെയ്തു കൊടുക്കും. ഒരു സമയത്ത് നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ആ കുട്ടികള് ഭയങ്കര ഡിപ്രഷൻ ആയി പോകും. അത് പൈസയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ അത് ആവശ്യമാണോ അത്യാവശ്യമാണോ എന്ന് പോലും അറിയാതെ നമ്മളത്
നേടിക്കൊടുക്കും. അത് നേടിക്കൊടുക്കാത്ത ഒരു അവസ്ഥ വരുമ്പോ അവരെന്താക്കാണ്, അവിടെ ആകെ പ്രശ്നത്തിലായി പോവുകയാണ്. ചില പേരന്റ് ഉണ്ട്, എന്താ പറയാ, ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാണ്ട് മക്കളെടുത്ത് എന്താ ചെയ്യാറെന്ന് അറിയോ? ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവരൊന്നും ഒരു ഗ്യാപ്പ് ആകുമ്പോഴത്തേന് അടുത്ത കുട്ടിയിലേക്ക് ശ്രദ്ധ പോകും. അപ്പൊ അവരെങ്ങനെയെങ്കിലും വളർന്നോളും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഒരു റെസ്പെക്റ്റും കൊടുക്കില്ല, മക്കൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭക്ഷണമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം ഒന്നും കൊടുക്കില്ല. എന്നാലോ ഇവരൊക്കെ പാരന്റ്സ് തന്നെയാണ്. അവര് ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും നെഗറ്റീവ് കേൾക്കുന്ന സമയത്താണ് പറയാ, അയ്യോ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, എന്നെ മനസ്സിലാക്കുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷെ അതിനു മുന്നേ നമ്മള് അവരുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മളുടെ കൈകളില് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും കിട്ടുന്നത് വെള്ള പേപ്പറിനോട് തുല്യാണ്. ഒരു വെള്ള കടലാസ് നമ്മുടെ കയ്യിൽ എങ്ങനെയാ കിട്ടുക? അതിൽ ഒന്നുമില്ലാണ്ട് ബ്ലാങ്ക് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടാണ് നമ്മൾ ഓരോ മക്കളെയും പ്രസവിക്കുന്നത്. അതില് കുത്തി വരയ്ക്കണോ കോറൽ ഏൽപ്പിക്കണോ എന്നൊക്കെ ഉള്ളത് ആരുടെ തീരുമാനമാണ്? നമ്മളുടെ മാതാപിതാക്കളാണ് അല്ലെ. ആ മക്കൾക്ക് മുറിവേൽക്കാതെ കൊണ്ട് നടക്കേണ്ട കഴിവ് ആർക്കാണ്? നമ്മുടെ പാരന്റ്സിനാണ്. പക്ഷെ ചില പാരന്റ്സ് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്ന് തന്നെ പറയും. കാരണം റെമഡി ഫീൽഡിലായതുകൊണ്ട് കുറെ ഉമ്മമാരെ എപ്പോഴും പറയും, എന്റെ കുട്ടി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോ ചിലപ്പോ നമ്മൾ പറയുന്ന ഒരു ടോൺ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ വോയിസ് മോഡുലേഷൻ ആയിരിക്കും. ഇതൊക്കെ ഒന്നും കെയർ ചെയ്യാതെ അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരു ഉമ്മയാണെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അത് നോവായിട്ട് കെടുക്കും അവരുടെ ഹൃദയത്തിൽ. അപ്പൊ നമുക്ക് അവരുടെ കൂടെ ഫ്രണ്ട് ആയിട്ട് പോകണം അല്ലെ. അപ്പൊ ബെസ്റ്റ് നമ്മുടെ ഹീറോ, എന്റെ കുഞ്ഞിന്റെ ഹീറോ, ബെസ്റ്റ് ഹീറോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പാരന്റ്സ് ആണെന്ന് പറയാൻ ഓരോ മക്കൾക്ക് കഴിയണം. അതിനാദ്യം നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്നുള്ളതാണ്. പിന്നെ ചില ഒരു ആൾക്കാർ പറയാറുണ്ട്, ഞാന് എന്റെ എല്ലാ സ്വത്തും എനിക്ക് കിട്ടുന്ന എന്തും, എനിക്ക് ചെറുപ്പത്തിൽ ഇതൊന്നും കിട്ടിയിട്ടില്ല, ഇപ്പൊ എനിക്ക് കിട്ടുന്നതല്ല എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ല എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നതെന്ന് പറയും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അത് മക്കൾക്ക് എല്ലാ ഫ്രീഡം കൊടുത്തിട്ട് അത് ചെയ്തു കൊടുക്കുമ്പോ നമുക്കത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ മനസ്സിലാക്കുന്ന ഒരു പാരന്റ് ആണ് ആവേണ്ടത് അല്ലെ. അപ്പോ നമുക്ക് അങ്ങനെയല്ലേ ആവേണ്ടത്? അതായത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ വിദ്യാഭ്യാസവും അവര് സാമൂഹികമായിട്ടുള്ള അവരുടെ വളർച്ച ഘട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവര് കേൾക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പാരന്റ് ആണ് നമ്മൾ ആവേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടോ, എന്റെ കുഞ്ഞ് എനിക്കൊരു തലവേദന വന്നാൽ പോലും അവൻ എന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവൾ എന്നെ മനസ്സിലാക്കണം, എന്റെ കൂടെ നിൽക്കണം. അതേപോലെ തന്നെ നമ്മളുടെ മക്കൾക്കും എന്തെങ്കിലും ഒരു വിഷമോ പ്രയാസം വരുമ്പോ എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ കഴിയണം. അവരുടെ ഒരു മുഖത്തിൽ എന്തെങ്കിലും ഭാവവ്യത്യാസം വരുമ്പോ തന്നെ നമുക്ക് അത് ചോദിച്ചറിയാൻ കഴിയണം എന്ത് പറ്റിയെന്ന്. അതേപോലെ നമ്മൾ ഈ ഒരു 9 മിനിറ്റ് പറഞ്ഞല്ലേ, ഈ ഒരു 9 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മക്കൾക്കായിട്ട് കൊടുക്കുന്ന 1 മിനിറ്റ് എന്താണ്. അപ്പൊ നമ്മളൊരു 9 മിനിറ്റിന്റെ കാര്യം മുന്നേ പറഞ്ഞു അല്ലെ. ആ ഒരു 9 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മക്കളായിട്ട് ക്വാളിറ്റി ടൈം കൊടുക്കണം മക്കൾക്ക്. ഇപ്പൊ വെക്കേഷൻ ആണ്, ഇനിയിപ്പോ സ്കൂൾ നമുക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ വെക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയാം, നമ്മുടെ മക്കൾ ഇപ്പൊ നമ്മൾ അടുത്തുണ്ട്, ജോലിക്ക് പോകുന്ന പാരന്റ്സ് അല്ലാത്തവരുടെ കൂടെ നമ്മുടെ കൂടെ വിരുന്നിനൊന്നും മക്കൾ പോയിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ അല്ല അവർ അപ്പുറം ഇപ്പുറമൊക്കെ മാറി നിൽക്കുള്ളൂ. അതല്ലാത്ത സമയത്തൊക്കെ ഇവര് നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോ നമ്മള് ഒരു 9 മിനിറ്റ് എങ്കിലും അവർക്ക് മാറ്റി വെക്കണം എന്നുള്ളതാണ്. ഈ ഒരു 9 മിനിറ്റില് രാവിലെ നമ്മള് അവരിപ്പോ ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മിക്ക പാരന്റ്സും ഇനിയിപ്പോ മദ്രസ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ആ ഒരു സമയത്ത് നമ്മൾ അവരെ വിളിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ നല്ല പോസിറ്റീവ് വൈബോട് കൂടി വേണം നമ്മൾ മക്കളുടെ അടുത്ത് പോയിട്ട് മോനെ എഴുന്നേൽക്കണം, നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പോസിറ്റീവായി പറഞ്ഞു കൊടുത്തിട്ട് എണീക്ക് നമുക്ക് മദ്രസയിൽ പോകണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എവിടേക്കെങ്കിലും പോവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അപ്പൊ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാം. അപ്പൊ കുഞ്ഞിനോട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ സംസാര രീതിയിൽ തന്നെ ഒരു സ്മൈൽ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് അവർക്ക് കിട്ടുന്ന രീതിയിൽ രാവിലെ തന്നെ തുടരാം. അപ്പൊ അവിടെ നമുക്ക് ഒരു 3 മിനിറ്റ് അല്ലേ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മള് എവിടേക്കെങ്കിലും ഒക്കെ നമ്മളെ മക്കള് കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നെന്ന് വിചാരിക്കാം. ആ സമയത്ത് അവരെ കേൾക്കാനായിട്ട് ഇന്ന് സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് എന്താ പറയാ, നമ്മുടെ മക്കൾ ധൈര്യം
എന്താ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവര് തിരിച്ചു വരാന്ന് പോലും ഭയപ്പെടുന്ന സമയത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തില് അവര് കളിച്ചു വരുമ്പോ നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് എന്തൊരു വിഷമോ പ്രയാസം ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കേൾക്കുക. എന്നിട്ട് ഇന്ന് അവിടെ നടന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മളൊന്ന് ചോദിച്ചറിയാന്നല്ല. അങ്ങനെ നമുക്കൊരു 3 മിനിറ്റ്, അപ്പൊ നമുക്ക് 6 മിനിറ്റ് കിട്ടി അല്ലെ. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ പാരന്റ്സ് ഒന്ന് കുഞ്ഞിന്റെ അടുത്ത് പോവാ. എത്ര മക്കൾ നമുക്ക് ഉണ്ടെങ്കിലും അവരൊന്ന് ഉറങ്ങുന്ന സമയത്ത് ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് അവരെ അടുത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ടോ നമ്മളൊന്ന് അവരുടെ എത്ര മക്കളായാലും നമ്മൾ രണ്ടാൾ അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ തലയിൽ ഒന്ന് ഇങ്ങനെ കൈമാടി ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കൂലേ, അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഫോണ് ടാബ് ഒന്നും വേണ്ടില്ല, മറ്റുള്ള ചർച്ചകളൊന്നും ഇല്ലാതെ അവരെ ഒന്ന് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് അവർക്ക് ഒന്ന് നമ്മൾ പോസിറ്റീവായിട്ട് സ്ട്രോക്ക് കൊടുക്കുക, അവരുടെ ലൈഫിൽ ഇന്ന് നടന്നിട്ടുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക. എന്നിട്ട് ഇന്ന് അവർക്ക് ഒരു ആശ്വാസം പോലെ നമുക്ക് നമ്മളെ പാർട്ട്ണറുടെ അടുത്ത് നമ്മളൊന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് എന്താ പറയാ, ടീനേജിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്ന വേണം. കാരണം സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് നടക്കുന്ന സമയമാണ് അല്ലെ. അപ്പോഴാണ് നമ്മൾ മക്കൾ മറ്റുള്ള ലവ് അഫെയറിലേക്കൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് അതിലേക്കൊക്കെ പോകാൻ നമ്മൾ സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മക്കള് സ്നേഹം കിട്ടുന്ന കൈകളിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ഒന്ന് അവരെ ചേർത്ത് പിടിച്ചിട്ട് തലയിലൊക്കെ ഒന്ന് കിക്കിലാക്കി കൊടുക്കാം, പിന്നെ അവരെ ചേർത്ത് ഒന്ന് കെട്ടിപ്പിടിക്കുക എന്നുള്ളതാ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങളെ മക്കൾക്കായിട്ട് ഒരു 9 മിനിറ്റ് ലൈഫിൽ മാറ്റി വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇനി ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ ഒരു തീരുമാനം എടുക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ നമ്മളൊക്കെ പാരന്റ്സ് ആണ്, നമ്മളൊക്കെ വിചാരം എന്താ, നമ്മൾ ജീവിക്കുന്നത് മൊത്തം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവർ ആഗ്രഹിക്കുന്ന ഒരു കെയർ ഉണ്ട്, അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം. കുഞ്ഞു കുട്ടിയാകുമ്പോ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അവർക്ക് ഉമ്മ കൊടുക്കുകയും ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് അടുത്ത ആള് വരുമ്പോ നമുക്ക് അതൊരു ഗ്യാപ്പായി, പിന്നെ നമ്മൾ അടുത്ത ആളിലേക്ക് ശ്രദ്ധ പോകും അല്ലെ. ഇന്ന് മുതൽ നമുക്ക് എത്ര മക്കൾ ഉണ്ടെങ്കിലും അവരെ എല്ലാം ഒന്ന് ചേർത്ത് പിടിക്കാം. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്ത് ബിസി ആണെങ്കിലും അവരൊരു ചിത്രം വരച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ എടുത്ത് കൊടുത്ത് കാണിച്ചിരുന്ന സമയത്ത് മാഷാ അല്ലാഹ് നല്ല സൂപ്പറായിട്ട് എന്റെ മോൻ വരച്ചല്ലോ എന്റെ മോള് വരച്ചല്ലോ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവരെ ഷോൾഡറിൽ ഒന്ന് തട്ടി കൊടുക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക. അപ്പൊ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന സന്തോഷം എത്രയാണെന്നറിയോ? ഭയങ്കര ഫീലിംഗ്. നിങ്ങൾ ഇത് ചെയ്തു നോക്കിയാലാണ് ഞാൻ അങ്ങനെ ഇത്ര നല്ലൊരു പാരന്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ മോനിക്ക് ഒരു സങ്കടം വരുമ്പോഴോ സന്തോഷം വരുമ്പോ അവൻ ഓടി വരും, ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അവനക്ക് ഒരു സുഖമാണ്. അപ്പൊ അതുപോലെ നമ്മൾ നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കുക. അപ്പൊ അവർക്ക് ഇപ്പൊ എന്തെങ്കിലും സ്കൂളിൽ കഴിഞ്ഞ വർഷം അവൻ കാണാൻ നല്ല ഹൈറ്റ് ആണ്, 10-11 വയസ്സോളം. അപ്പൊ മോന്റെ അടുത്ത് വലിയ ക്ലാസ്സിൽ 6ൽ പഠിക്കുന്ന ഒരു മോൻ ഇപ്പൊ 4 പഠിക്കുമ്പോ ഒന്ന് കണ്ടോണ്ട് ഇങ്ങനെ ആക്കി. സ്കൂൾ വിട്ട് വന്ന പക്ഷെ എന്നോട് പറയുമ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടായിരുന്നു സ്കൂളിൽ. അത് നമ്മളോട് അവർക്ക് പറയണമെങ്കിൽ നമ്മൾ അത്രയും സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കണം അല്ലെ. നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മയുടെ എനിക്ക് എല്ലാം തുറന്നു പറയാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മുടെ മക്കൾക്ക് പറയാൻ കഴിയണം. അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ മക്കളുടെ ബെസ്റ്റ് ഹീറോയിനും ഹീറോ ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്റെ പാരന്റ് ആണ് അല്ലെ, എന്റെ ഉമ്മയും ഉപ്പയാണ്. നമ്മുടെ മക്കളെയും കൂടി നമ്മളുടെ എല്ലാ ചർച്ചകളിലും നമ്മളെ കൂടെ ഫാമിലി പരമായ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരെ നമ്മളെ കൂടെ ഒന്ന് ഇരുത്തുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ മക്കൾക്ക് നമ്മുടെ മക്കളുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കാം. മക്കൾക്ക് നിങ്ങൾ ഈ ഒരു 9 മിനിറ്റ് മാറ്റി വെക്കുന്നതോടൊപ്പം അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക, പോസിറ്റീവായിട്ട് സ്ട്രോക്ക് കൊടുക്കുക. മാഷാ അല്ലാഹ് സൂപ്പറാണ്, ഗുഡ് ബോയ് ആണ്, ഗുഡ് ഗേൾ ആണല്ലോ എന്നൊക്കെ പറയാം. നല്ല നല്ല പോസിറ്റീവായ വാക്കുകൾ പറയാ, അഫർമേഷൻസ് പറയാ. ഇനി അവർക്ക് ഇപ്പൊ എന്താ പറയാ, എന്തിനെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയാ എന്റെ മോനെ അത് നീ നന്നായി ചെയ്യുന്ന, ഈ ഉമ്മക്ക് വിശ്വാസമുണ്ട് അല്ലെങ്കിൽ എന്റെ അമ്മക്ക് വിശ്വാസം ഉണ്ടടാ നീ വിജയിച്ചിട്ട് വരും അല്ലെ. നമ്മളിപ്പോ ഒരു കാര്യം, കുട്ടിക്ക് ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോകണം, അപ്പൊ നമുക്ക് ഒരു കോൺഫിഡൻസ് മക്കൾക്ക് കൊടുക്കാൻ കഴിയണം. അതിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ വേർഡാണ് നിന്നെ കൊണ്ട് കഴിയും, യു ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മൾ നന്നായിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കാന്നുള്ളതാണ്. അപ്പോ ഇന്ന് നമ്മുടെ മക്കളുടെ ശാരീരികവും മാനസികവുമായ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സ്കിൽ ഡെവലപ്മെന്റിനായിട്ട് ഒരുപാട് ഇപ്പൊ വെക്കേഷൻ സമയമായതുകൊണ്ട് കുറെ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളെ മക്കൾക്ക് ഇപ്പൊ ഇന്നലെ എന്നോട് ഒരു പാരന്റ് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ എന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടപ്പോ ഇങ്ങനെ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ താല്പര്യം മിസ്സേ അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടാന്ന് ചോദിച്ചു.
അപ്പൊ മക്കളുടെ ടേസ്റ്റ് എന്താന്ന് നമ്മൾക്ക് ടീച്ചേഴ്സിനും പാരന്റ്സിനും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചില മക്കൾ നമ്മൾ ട്യൂഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനായാലും നമ്മൾ എടുത്തുന്ന ഒരു മുഖത്തേക്കേ നോക്കൂല. ഐ ടു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഒരു കോൺഫിഡന്റ് ഇല്ലാത്തതുപോലെയാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ അവരോട് സംസാരിക്കുമ്പോഴും നമ്മൾ മക്കളുടെ മുഖത്ത് നോക്കി സംസാരിക്കാം, പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാം. ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മക്കള് അതേപോലെ കേട്ടിരിക്കും. ചില മക്കൾക്ക് എത്ര പറഞ്ഞിട്ടും അത് ചിലപ്പോ എഫക്റ്റ് ആയി വരില്ല. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ഉള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സിലൊക്കെ മക്കളൊന്ന് ചേർത്താം. അതിനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടൊക്കെ വരും. എന്നാലും കുഴപ്പമില്ല, വെക്കേഷൻ അല്ലേ, അവരൊന്ന് ഹാപ്പി ആവട്ടെ. അവരുടെ എന്താ പറയുക, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുക അത് നമ്മൾ ഇപ്പൊ ചെയ്യാന്നുള്ളതാണ്. അതിൽ അവർക്ക് നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കണം. ഇനി സ്കൂൾ തുറക്കുമ്പോഴത്തേന് കോൺഫിഡന്റ് ആയിട്ട് ടീച്ചറോട് മുന്നിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം, നമ്മൾക്ക് പാരന്റ്സിന് നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും എന്റെ കുട്ടി ഒന്ന് സ്റ്റേജിൽ കയറി ഒന്ന് പാട്ട് പാടണം. പക്ഷെ കുട്ടിക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ നന്നായിട്ട് വാസന ഉണ്ടെങ്കിൽ കൂടെ ചില മക്കൾ അത് ഉള്ളിൽ വെക്കും, പുറത്തേക്ക് പ്രകടിപ്പിക്കൂല. ടീച്ചേഴ്സ് പറയും മോനിക്ക് നല്ല കഴിവുണ്ടല്ലോ, നിങ്ങൾക്ക് അത് ചെയ്തുകൊടുക്കുക. പക്ഷെ കുട്ടിക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല അങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു തോന്നല്, അങ്ങനെ ഒരു ചിന്ത മക്കൾക്ക് വരുത്തണമെങ്കിൽ നമ്മൾ പാരന്റ്സ് അവരെ നന്നായിട്ട് മനസ്സിലാക്കണം. എന്താണ് എന്റെ മോന്റെ കഴിവ്, അല്ലെങ്കിൽ എന്തിലാണ് എന്റെ മോളുടെ കഴിവില്ലാത്തത്. അപ്പൊ അതിന് നമുക്ക് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അത് കുറെ നേരം വൈകിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇപ്പൊ എന്താണ് ചെയ്യാൻ പറ്റുക അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. അപ്പോ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ മക്കളെ മനസ്സിലാക്കുന്ന നല്ലൊരു പാരന്റ് ആവാനല്ലേ നിങ്ങൾക്കൊക്കെ ആഗ്രഹം അല്ലേ? നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് കൂട്ടുകൂടണ്ടേ നമ്മുടെ മക്കളെ കൂടെ? ഈ വെക്കേഷനെ നിങ്ങൾ അടിച്ചു പൊളിക്കാം. എവിടെയെങ്കിലുമൊക്കെ അവരൊന്ന് കൊണ്ടുപോവുക, അവരേറ്റ് ഒന്ന് കുറച്ചു നേരം സംസാരിക്കുക. അതുപോലെ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുക. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യില്ലേ, തയ്യാറല്ലേ? ലൈഫിൽ ഒരു ടോട്ടൽ 9 മിനിറ്റ് മക്കൾക്ക് മാറ്റി വെക്കാം. അതിലേറെ മിനിറ്റ് മാറ്റി വെക്കാട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങള് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് മുതൽ ചെയ്യാനായിട്ടാണ് 9 മിനിറ്റ് പറഞ്ഞത്. പോസിറ്റീവായിട്ട് സ്ട്രോക്ക് കൊടുക്കുക, അഫർമേഷൻസ് കൊടുക്കുക, പിന്നെ നന്നായിട്ട് കിസ് ചെയ്യുക, ഹഗ് ചെയ്യുക, ഐ ലവ് യു എന്നൊക്കെ പറയാം. എന്റെ കുട്ടീനെ എനിക്ക് ഇഷ്ടമാണ്. ചില മക്കളുണ്ട് ഐ ലവ് യു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോയി. ഐ ലവ് യു ഇതാരാ എന്നോട് പറയാൻ, അയ്യോ ഉമ്മച്ചിക്ക് എന്താ നാണയില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മള് നമ്മളെ മക്കളോട് ഇഷ്ടമാണെന്ന് പറയുന്ന വേണം. ഐ ലവ് യു എന്ന് പറയണം. ഐ ലവ് യു മോനുസേ, ഐ ലവ് യു മോളൂ എന്നൊക്കെ നമ്മള് തുറന്നു പറയണം. അപ്പൊ ഈ ലവ് എന്നുള്ള വേർഡ് പുറത്തുനിന്ന് കിട്ടുമ്പോ അവരതിലേക്കൊന്നും പോവില്ല. എന്തെങ്കിലും ഒരു സാഹചര്യ സന്ദർഭങ്ങളോ വരുമ്പോ അവരത് നമ്മളോട് പറയും. അപ്പൊ ഈ ഒരു പിന്നെ സ്കൂളിൽ പോകുമ്പോ ഈ ഒരു വൈകിട്ടത്തുള്ള 3 മിനിറ്റില് നിങ്ങൾ സ്കൂളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാ. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കൂൾ റിലേറ്റഡ് അല്ലെങ്കിൽ പുറത്തു പോയിട്ട് മക്കളായിട്ട് നമ്മള് എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ ബോഡി പാർട്ടിൽ മറ്റുള്ളവർ തെറ്റ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അതുകൂടി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ മൂക്കിന്റെ ഇവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ കാലിന്റെ തൊടയുടെ തൊട്ട് മുകളിലുള്ള ഭാഗങ്ങൾ നമ്മൾ ടച്ച് ചെയ്തിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഓരോ പാരന്റ്സും അത് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് ചില മക്കൾക്ക് ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കിസ്സിങ്, ലിപ്പിലൊന്ന് കിസ്സിങ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നെറ്റിയിലാണ് കൊടുക്കണം എന്ന് പറയണത് അല്ലെ? അപ്പൊ നമ്മൾ എത്ര ഇഷ്ടം തോന്നിയാലും നമ്മുടെ മക്കളെ കവിളില് നെറ്റിയില് നമ്മൾ ഉമ്മ കൊടുക്കാം. പിന്നെ നമ്മള് കുട്ടികളെ കൺഫ്യൂഷൻ ആക്കരുത്. എന്താണ് ആ ആള് തൊട്ടാ കുഴപ്പമില്ല, ഈ ആൾ അവിടെ തൊട്ടാ കുഴപ്പമില്ല, അങ്ങനെ പറയരുത്. നമ്മൾ പാരന്റ്സ് കുളിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രൈവറ്റ് പാർട്ടൊക്കെ ഒന്ന് കഴുകി കൊടുക്കും ഒരു ഏജ് വരെ അല്ലെ? അതില്ലാത്ത മക്കൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആരെവിടെ ടച്ച് ചെയ്താലും അത് നോ പറയാൻ നമ്മള് പഠിപ്പിക്കണം എന്നുള്ളതാ. ഇന്നത്തെ കുറേ മക്കൾക്ക് എന്തിനും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത മക്കളായിട്ട് വരുന്നുണ്ട്. അവരത് എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്രണ്ട്ലി ടോക്കിലൂടെ അവരോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോ നമ്മളെ തൊടാൻ പാടില്ലാത്ത ആൾക്കാരെ നമ്മളെ തൊടാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്റെ മോളെ എന്താ പറയാ, അല്ലെങ്കിൽ എന്റെ മോനെ എന്താ പറയാ, നോ പറയില്ലേ എന്ന് പറയാം. ഇനി സ്കൂളിൽ നിന്നോ മറ്റെവിടുന്നേലാണെങ്കിൽ നമ്മൾ പാരന്റ്സിനോട് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്കൂളിൽ മോളിൽ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ അവര് യെസ് പറയാനും നോ പറയാനും നിങ്ങൾ പഠിപ്പിക്കണം. അല്ലേ? അപ്പൊ ഈ ഒരു വെക്കേഷന് ഓരോ ഉമ്മമാരും അത് തയ്യാറെടുക്കുക. എന്റെ കുഞ്ഞ് ഞാൻ അവളുടെ അടുത്തെല്ലാം ചോദിച്ചറിയും എന്ന് നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കണം കേട്ടാ.
എന്നിട്ട് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മളെ ടച്ച് എവിടെയും ബാഡ് ടച്ചും ഗുഡ് ടച്ചും ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. നമ്മുടെ മക്കളോട് നമ്മൾ അത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു മടിയും വിചാരിക്കരുത് കേട്ടാ. അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട കെയറിങ്ങിന്റെ കാര്യത്തിലും ഓക്കെ. ഇനി നമുക്ക് അവർക്ക് ഈ വെക്കേഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാനും അവരെ മനസ്സിലാക്കാൻ അവരുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിലേക്കൊക്കെ അവരൊന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ അല്ലേ അതിന് പോകുന്നുള്ളൂ. അത് വിചാരിച്ച് അവരുടെ നമുക്ക് ബെറ്റർ ആക്കി എടുക്കണ്ടേ നമ്മളെ മക്കളെ, കോൺഫിഡന്റ് ഉള്ളവരാക്കി എടുക്കണ്ടേ. അപ്പൊ ഇൻഷാല്ലാ ഞാനിപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എന്റെ മൈക്ക് റസ്ന മാമിന് over to you, Rasina ma'am. Thank you. Thank you, Fazaria ma'am, for a wonderful session. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെക്കേഷൻ പാരന്റിങ് കേൾക്കാൻ വന്ന എല്ലാവരും ഓൾമോസ്റ്റ് ഓൾ ആർ പാരന്റ്സ് ഹിയർ. എല്ലാവരും പാരന്റ്സ് തന്നെയാണ്. നമ്മൾക്ക് ഇപ്പൊ ഇവിടെ ഒരു മെസ്സേജ് വന്നു, മക്കളൊക്കെ വീട്ടിനകത്ത് നല്ല അടിപിടിയാണ്, ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല അല്ലെ. അങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രഗ്നന്റ് ടൈമിൽ കിട്ടിയ ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾക്ക് കിട്ടിയ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒക്കെ കാരണം, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്. നിങ്ങൾക്ക് ഈ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഫസീല മാമിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, പറ്റുമല്ലോ. എന്തെങ്കിലും ഡൗട്ട്സോ ഈ ഒരു സെഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ മക്കളെ കാര്യങ്ങള് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, വീട്ടിലുണ്ടാവുന്ന എക്സ്പീരിയൻസ് ഇവിടെ മെസ്സേജ് വന്ന പോലെ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറയാണ്. അതായത് നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പീരിയൻസ്, നമ്മൾ എന്തെല്ലാം എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോയത് നമുക്ക് തന്നെ അറിയില്ല അല്ലേ. ഒരുപാട് ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച്, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ലേറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചിലപ്പോ നമുക്ക് ഒരുപാട് ഫസിലിമാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കാം. മക്കളെ കെട്ടിപ്പിടിക്കണം, സ്നേഹിക്കണം, ഒരുപാട് നമുക്ക് അറിയുകയും ചെയ്യാം നമ്മുടെ മക്കളാണെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ പല സാഹചര്യങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഫുള്ളി ഓപ്പൺ മൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് ചിലപ്പോൾ മക്കളുടെ അടുത്ത് പെരുമാറാൻ പറ്റാറില്ല. യെസ് ഓർ നോ? അങ്ങനെ ഉണ്ടാവാറില്ലേ? നമുക്കെല്ലാം അറിയാമെങ്കിലും മക്കൾ ഇപ്പൊ ഈ അടിപിടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ആയിട്ട്, ഒരു മൈൻഡ്ഫുൾ ആയിട്ട്, ഓപ്പൺ മൈൻഡ് ആയിട്ട്, ഹാപ്പി ആയിട്ട് അവരെ ചേർത്ത് പിടിച്ച് എല്ലാ സമയത്തും ഒരുപോലെ പെരുമാറാൻ പറ്റാറുണ്ടോ? യെസ് ഓർ നോ? നോ, പറ്റാറില്ല. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. ഇനി എന്റെ അടുത്ത ചോദ്യം, അപ്പൊ നമ്മള് മക്കൾക്ക് കൊടുക്കുന്നതും വാട്ട് വി ഹാവ് റിസീവ്ഡ് ഇൻ അവർ ചൈൽഡ്ഹുഡ്, നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് അല്ലെ, ഹൗ വി ബോട്ടപ്പ് അല്ലെ, നമ്മൾ എങ്ങനെയാണോ വളർന്നിട്ടുള്ളത്, എങ്ങനെയാണോ നമ്മുടെ പേരൻസിൽ നിന്ന് നല്ല കെയർ കിട്ടിയവരും ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് തന്നെ ആയിരിക്കാം നമ്മളിപ്പോ നമ്മുടെ മക്കൾക്കും കൊടുക്കുന്നത്. അപ്പൊ അവരും അതേ രീതിയിൽ വളരും. ഒരു സ്റ്റേജ് എത്തുമ്പോൾ, ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കും അത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റാതെ, ഇമോഷണൽ ബാലൻസ് ചെയ്യാൻ പറ്റാതെ, നേരത്തെ പറഞ്ഞ പോലെ യെസ് പറയേണ്ടടുത്ത് യെസ് പറയാൻ പറ്റാതെ, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റാതെ, ലൈഫിൽ ഇങ്ങനെ പകച്ചു നിന്നിട്ട് അല്ലെ, എവിടേക്കോ എത്തേണ്ട നമ്മുടെ മക്കള് പിന്നെ അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് പോകുന്ന, കൗൺസിലിങ്ങിന് പോകുന്ന ആ ഒരു അവസ്ഥയിലൂടെ ഒരിക്കലും നമ്മൾ കടന്നു പോയ, അതിലൂടെ ആ ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ മക്കൾ കടന്നു പോകാൻ പാടില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് മക്കളൊക്കെ വളർന്നിട്ട് നമ്മളൊരു പാരന്റിങ് കോഴ്സിനൊക്കെ പോയി ചേർന്നിട്ട് പാരന്റിങ് ഒക്കെ പഠിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് പാരന്റിങ്, നാളെ നമ്മൾ പോയിട്ട് കെട്ടിപ്പിടിക്കാൻ പോയാല് മക്കൾക്ക് തന്നെ തോന്നും എന്തോ പറ്റിയിട്ടുണ്ട്, കാര്യമായിട്ട് എൻ്റെ ഉമ്മക്ക് എന്തോന്ന് പറ്റിയിട്ടുള്ള തോന്നല ചിലപ്പോൾ ഉണ്ടാവാം അല്ലെ, പെട്ടെന്ന് നമ്മളങ്ങോട്ട് പോകുന്ന സമയത്ത്. പക്ഷെ നമ്മൾ സ്ലോലി അവരിലേക്ക് ഇറങ്ങി ചെല്ലണം.
ഇപ്പോഴും ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ട്രോമാസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നത് ചിലപ്പോൾ നമുക്ക് അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തെടുത്തോളം പാരന്റ്സ് ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ്. ദേ ആർ അണ്ടർ ട്രീറ്റ്മെന്റ് ഓഫ് ദെയർ ഓൺ പ്രോബ്ലംസ്. അവരുടെ പ്രോബ്ലംസ്, അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ ഒരുപാട് കോഴ്സുകൾ ചെയ്ത് അവർ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനിടയിൽ മക്കളുടെ കാര്യത്തിൽ കെയർ ചെയ്യാനോ അവർക്ക് വേണ്ട ക്വാളിറ്റി ടൈം കൊടുക്കാനോ പറ്റുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് അതിന് എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്നുമല്ല, അവര് ലൈഫിൽ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അവരിൽ നമുക്ക് ലക്ഷങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ നമുക്ക് ഒരുപാട് ടെക്നിക്കൽ കോഴ്സുകളും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവലിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ ഇമോഷണലിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, യെസ് പറയേണ്ടടുത്ത് യെസ് പറയാൻ വേണ്ടി, നോ പറയേണ്ടടുത്ത് നോ പറയാൻ വേണ്ടി, ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ വേണ്ടി, ഇതിന് അവരെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതല്ലേ നല്ലത്? അത് വേണ്ടേ? നമ്മുടെ മക്കൾക്ക് അത് വേണ്ടേ? യെസ് ഓർ നോ? അങ്ങനെ ആവണ്ടേ നമ്മുടെ മക്കള്? ഒന്ന് കമന്റ് ചെയ്തേ, യെസ് ഓർ നോ? വേണം, അങ്ങനെ ആവണം. അതിനെന്താണോ നമ്മക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് അതിനെന്താണോ കറക്റ്റ് റൂട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ബിക്കോസ് വി ആർ അണ്ടർ ട്രീറ്റ്മെന്റ്, അതിന് പറ്റുന്നില്ലെങ്കിൽ അതിന് പറ്റുന്നത് എവിടെയാണോ, അവർക്ക് എന്താണോ ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇപ്പൊ ഈ വീട്ടില് കാരണം മക്കൾക്ക് ഉണ്ടല്ലോ, അവർ ഈ വെക്കേഷനിലൊക്കെ കിടന്നിട്ട് വീട്ടിൽ നിന്ന് അടി പിടി ബഹളം കച്ചറ ഒക്കെ ഉണ്ട്. അവർക്കറിയില്ല, അവർ കംപ്ലീറ്റ് മൊബൈലൊക്കെ ആണെങ്കിൽ അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അവർക്ക് ഇപ്പൊ ഇവരുടെ ലൈഫിൽ ഒരു ലക്ഷ്യബോധം എന്താണ് ലക്ഷ്യം, എന്താണ് എന്റെ ലൈഫിന്റെ പർപ്പസ് എന്ന് അവർക്ക് ഇപ്പൊ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താലൊന്നും അവർക്ക് മനസ്സിലാവില്ല. തുടങ്ങി എന്ന് പറയും നമ്മൾ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് കൃത്യമായ ലൈഫിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു പർപ്പസ് മനസ്സിലാക്കാൻ, അവരെ എൻഗേജ്ഡ് ആക്കുക. എവിടെ സംഭവിക്കുന്നത്, നമ്മുടെ കേസിലായാലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കണം. എന്തെങ്കിലും എന്താ പറയാ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെന്റിനോ അല്ലെങ്കിലും പർപ്പസ്ഫുള്ളി നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഫോക്കസ് ഒരിക്കലും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല. മക്കളുടെ കേസിലും അത് തന്നെയാണ്. ആൺകുട്ടികളൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ എൻഗേജ്ഡ് ആണ് വിത്ത് ദെയർ ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സുമായിട്ട് അവർ എൻഗേജ്ഡ് ആണ്. കാരണം അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അവർക്ക് നമ്മൾ എൻഗേജ്ഡ് ആകാൻ വേണ്ടി, അവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അവർക്കൊരു പർപ്പസ് ലൈഫിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു തോട്ട് അവരിൽ ചെറുപ്പത്തിലേ ഉണ്ടാക്കി എടുക്കണം നമ്മൾ. ഇങ്ങനെയൊക്കെയാണ് ഈ ലോകം മുന്നോട്ട്. അവർ കാണുന്നത് ഓൺലി ദാറ്റ് സ്ക്രീൻ ദേ ആർ വാച്ചിങ്. ആ സ്ക്രീനിനുള്ളിൽ കാണുന്ന ഷോർട്സ്, റീൽസ്, അതിനുള്ളിൽ കാണുന്ന എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ തികച്ചും ആർട്ടിഫിഷ്യൽ ലൈഫാണ് അവർ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ലൈഫ്. ആ ആർട്ടിഫിഷ്യൽ ലൈഫ് കണ്ടിട്ട് നമ്മുടെ മക്കൾ ആ ആർട്ടിഫിഷ്യൽ ലൈഫ് കണ്ടിട്ട് ദേ ആർ ട്രൈങ് ടു ഇമിറ്റേറ്റ്. ദേ വാണ്ട് ടു ഗെറ്റ് ദാറ്റ് ലൈഫ് സ്റ്റൈൽ. ആ ലൈഫ് സ്റ്റൈൽ അവർക്ക് കിട്ടണം. അതിൽ കാണുന്ന ഗാഡ്ജറ്റ്സ് ആയാലും കാര്യങ്ങളായാലും ആ ഒരു സുഖ സൗകര്യങ്ങളായാലും അത് അവർക്ക് കിട്ടണം. അത് കിട്ടാതെ ആകുന്ന സമയത്ത് കറക്റ്റാണ്, അത് കിട്ടാതെ ആവുന്ന സമയത്താണ് അവർ ഈ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതും അടിപിടിയാക്കുന്നത്. കാരണം അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്, അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അവർ കാണുന്നത്, അവർ അനുഭവിക്കുന്നത് ഈ സ്ക്രീനിന്റെ ഉള്ളിലുള്ള തികച്ചും ആർട്ടിഫിഷ്യൽ ആയിട്ടില്ല. ദാറ്റ് ഇസ് നോട്ട് ജെന്യുയിൻ. അത് ജെന്യുയിൻ ആണ്. നമ്മൾ കാണുന്ന ആ റീൽസിനുള്ളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ റിയൽ ആണോ? യെസ് ഓർ നോ? അത് റിയൽ ആണോ? അങ്ങനെ ഐഡിയൽ ലൈഫ് ലീഡ് ചെയ്യുന്നവരാണോ നമ്മൾ കാണുന്ന എല്ലാവരും? അങ്ങനെയാണോ? യെസ് ഓർ നോ? അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ മക്കൾക്ക് അറിയില്ല ഇത് അങ്ങനെയല്ല എന്നുള്ളത്. അവരങ്ങനെ അത് കണ്ട് 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 ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവർക്കൊരു പുച്ഛാണ്. എന്റെ അല്ലേ, അതും ഇതുമായിട്ട് അവർ കമ്പയർ ചെയ്യാണ്. ആ ഒരു സ്ക്രീനിനുള്ളിൽ കാണുന്ന കാര്യങ്ങളും നമ്മളെയും അവർ കമ്പയർ ചെയ്യാണ്. അതിൽ കാണുന്ന ഫാമിലി ലൈഫ്, അതിൽ കാണുന്ന പാരന്റ്സ്, അതിൽ കാണുന്ന ആ എൻജോയ്മെന്റ് ലൈഫൊക്കെ കാണുമ്പോൾ നമ്മുടെ ലൈഫ്, റിയൽ ലൈഫ് കാണുമ്പോഴും അവർ കൺഫ്യൂസ്ഡ് ആണ്. ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് അവർക്ക്. അവരതിന് പുറകെയാണ്. അപ്പൊ നമുക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, നമ്മളെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി അവരെ എൻഗേജ്ഡ് ആക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എവിടെയോ ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു ബഹളവുമില്ല, മക്കൾ ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല.
ഒരു 3 കുട്ടികളുണ്ട് അവിടെ. മക്കളുടെ യാതൊരു ബഹളവും ഇല്ല, ഒച്ചയില്ല, അനക്കല്ല, സംസാരമല്ല. മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്രയും സൈലന്റ് ആയിട്ട് ഇത്ര അടങ്ങിയിരിക്കുമോ മക്കള്? ആ, അവരിരുന്നോളും. എങ്ങനെ ഇരിക്കുന്നത്? ഒരു മൊബൈൽ കൊടുത്തു കഴിഞ്ഞാല് അവരെത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ് ഓൾസോ. നമ്മുടെ ലൈഫിലും, കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ ലൈഫിന് വേണ്ടി, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ഓട്ടത്തിനിടയില് എന്നാലും നമ്മൾ പറയും, ഞാൻ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത്, ഞാൻ ഈ ഓട്ടൊക്കെ ഓടുന്നത്, ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. പറയാറില്ലേ? ഈ ഒരു ഡയലോഗ് നമ്മൾ പറഞ്ഞു പോവാറുണ്ട് അല്ലേ? നമ്മുടെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ മക്കൾക്കാ കൊടുക്കുക. നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, യെസ്, എൻ്റെ പാരന്റ് ഈ ഒരു കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അവർ ഇമോഷണലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്, ഞാനത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു ലെവലിലുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. ആ സ്കില്ല് വെറുതെ നമ്മൾ വീട്ടിൽ ചായയും ചോറും കഞ്ഞിയും സമയത്ത് കൊടുത്ത്, ഒരു സ്കൂൾ ബാഗും കൊടുത്തിട്ട് ഹോംവർക്ക് ചെയ്യാൻ കൂടെ ഇരുന്നിട്ട് സ്കൂൾ ബസ് കയറ്റി നല്ല ഫീസ് കൊടുത്ത് ഒരു സ്കൂളിൽ പറഞ്ഞയച്ചത് കൊണ്ട് മാത്രം അത് ഒരിക്കലും കിട്ടൂല. ഞാൻ എൻ്റെ മകനെ ഈ ഹൈ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ലെവൽ സ്കൂളാണ് പഠിപ്പിക്കുന്നത്. എത്രയാണ് ഫീസ് കൊടുക്കുന്നത്, ഞാൻ കൊടുക്കുന്ന ഭക്ഷണം ഇതാണ് എൻ്റെ കുട്ടിയുടെ മെനു, അല്ലെങ്കിൽ ഇന്നത് ഞാൻ കൊടുക്കുന്നുണ്ട്, അവന്റെ ഡ്രസ്സ് നോക്കി, അവന്റെ ലൈഫ് സ്റ്റൈൽ നോക്കി ഇത്രയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമ്മൾ പറയും ഹാർഡ് സ്കിൽ ആൻഡ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയും. അതൊക്കെ ഹാർഡ് സ്കില്ലാണ്. അത് അവർക്ക് ലൈഫിൽ എന്താ പറയാ, കാൽക്കുലേഷൻ സ്കില്ല് പോലെയില്ല. ആ സ്കില്ലാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. നമ്മുടെ സ്കൂളിൽ പോകുന്നവരും, അല്ലെങ്കിൽ സ്കൂളിൽ അവർക്ക് കിട്ടുന്നത് ഈ തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബാലൻസിങ് സ്കില്ല്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ, അറ്റ് ദ സെയിം ഒരേ മൊമെന്റിൽ അവർക്ക് അവരെയും മനസ്സിലാക്കാൻ പറ്റണം, ഈ മുന്നിലിരുന്ന് കഷ്ടപ്പെടുന്ന നമ്മളെയും മനസ്സിലാക്കാൻ അവർക്ക് പറ്റണമെങ്കിൽ ദേ മസ്റ്റ് ബി ഇമോഷണലി അവര് ഫ്രീ ആവണം, അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യണം, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അവർക്ക് യെസ് പറയേണ്ടടുത്ത് യെസ് പറയാൻ പറ്റണം, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റണം. ആളുകളുടെ നേരത്തെ പറഞ്ഞ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ വരുന്ന സമയത്ത് നോന്ന് കണ്ണിൽ നോക്കി പറയാൻ പറ്റണം. കണ്ണിൽ നോക്കി പറയാൻ പറ്റും, ഒന്ന് കണ്ണിലേക്ക് നോക്കാനെങ്കിൽ ആ നോട്ടത്തിൽ ഉണ്ടാവും ചിലപ്പോ. അങ്ങനെ നമ്മുടെ മക്കൾ ആയി വരണം. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ അത് എവിടെയാണോ അത് കിട്ടുക, നമ്മൾ അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണം. അതിന് നമ്മളിപ്പോ ഈ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല സ്കൂളിൽ +2 ചേർത്തും, എന്നിട്ട് അവർക്ക് പേഴ്സണൽ കോച്ചിങ് വരെ കൊടുക്കും. എനിക്കറിയാം, പേഴ്സണൽ കോച്ചിങ് വരെ വീടിനകത്ത് ഇരുന്നിട്ട് പേഴ്സണൽ ട്യൂഷൻ വരെ, മത്സരമാണ്, കോമ്പറ്റീഷനാണ്, പേഴ്സണൽ ട്യൂഷൻ വരെ കൊടുക്കുന്ന പേരൻസ് ഉണ്ട്. അത്രയും മണിക്കൂറിന് ഇത്ര പണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട്, മണിക്കൂറിന് 500,000 ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് കൊടുത്തിട്ട് കുട്ടിക്ക് പേഴ്സണൽ ട്യൂഷൻ കൊടുക്കുന്നവരുണ്ട്. അതേസമയം ചെറിയൊരു എമൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു വാല്യൂ, പാരന്റ്സിന് കുറ്റം പറയാൻ പറ്റില്ല, അതിന്റെ വാല്യൂ നമുക്ക് അറിയാത്തോണ്ടാണ്, നമ്മൾ എന്തിനത് ചെയ്യണം എന്ന് നമുക്ക് അറിയാത്തോണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇപ്പോഴത്തെ റൂമിൽ ഇരുന്നിട്ട്, തൊട്ടിപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനുള്ള, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനുള്ള, നമ്മുടെ മടിയെ മാറ്റാനുള്ള, നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ ഹാബിറ്റിനെ മറികടക്കാനുള്ള, ബാക്കി ഞാൻ പറയണോ, അതിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തിനാ നമ്മൾ നമ്മുടെ മക്കളെ അത്രയും എത്തിയിട്ട് അവരത് ചെയ്തോട്ടെ പഠിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിക്കാണ്ട്, അവർക്ക് എന്താണോ നമ്മൾക്ക് ലാക്കായത്, നമുക്ക് കിട്ടാതെ പോയത്, എന്തുകൊണ്ടാണോ നമ്മൾ ഇങ്ങനെയൊക്കെ ആയി പോയത്, അപ്പൊ അതിലേക്ക് നമ്മൾ നമ്മളുടെ കുട്ടികളെ കുറച്ചു നേരത്തെ, ഒരുപാട് വൈകി പോവാതെ ഒന്ന് എത്തിക്കാൻ വേണ്ടി, അത് നമുക്കും ലൈഫിൽ അത് നമ്മൾക്കും കുറെ അങ്ങ് എത്തുമ്പോൾ നമുക്കും ഒരു സപ്പോർട്ട് ആവേ ഉള്ളൂ. അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുക. അതിനിപ്പോ ഈ വെക്കേഷനിലൊക്കെ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളും ക്യാമ്പുകളും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. എവിടെയെങ്കിലൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരിലൊരു ലക്ഷ്യബോധമൊക്കെ ഉണ്ടാവട്ടെ, അവർക്കൊരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ആവട്ടെ, അവരിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള സോഫ്റ്റ് സ്കില്ലൊക്കെ ഒന്ന് ഡെവലപ്പ് ആവട്ടെ. എന്നിട്ട് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ, അത് കഴിഞ്ഞിട്ട്
നമ്മളിങ്ങനെ പറയുമ്പോൾ അങ്ങനെയല്ല ഉമ്മ, ഇതുകൊണ്ടാണ് ഉമ്മ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാം, യെസ് അല്ലെങ്കിൽ നോ, ആ രീതിയിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയി ഹഗ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഇങ്ങോട്ട് വന്ന് ഹഗ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ മക്കൾ മാറണം. അങ്ങനെ മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മുടെ മക്കളെ? യെസ് ഓർ നോ? ഞാൻ ആരെയും കാണുന്നില്ല, എന്നെയും കാണാം, ഒരു ഹംസ മാമിനെയും കാണാം. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മാറുന്നു പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അപ്പൊ ഇങ്ങനെ നമുക്കൊരു എന്താ പറയാ റിക്വസ്റ്റ് വന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരികയാണ് കേട്ടോ. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കുട്ടികൾക്കായി ചെറിയൊരു വെക്കേഷൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വെക്കേഷൻ കോഴ്സ് എന്ന് പറഞ്ഞൊരു 7 days ഡ്യൂറേഷൻ ആണ്. അതിൽ ഈ കുട്ടികളുടെ കോൺഫിഡൻസ് ബിൽഡിംഗ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അല്ലെ, അവരുടെ ഈ ഒരു എൻഗേജിങ് ആയിട്ടിരിക്കാൻ അവരുടെ ലൈഫിൽ എന്തിനാണ് എന്നുള്ള കുറെ കാര്യങ്ങൾ, മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെറിയൊരു കോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കോഴ്സ് 7 days ആണെങ്കിലും നമ്മൾ അത്രയും കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കള് അവരിലേക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അവരെ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ഒന്ന് വാ തുറന്ന് മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിലേക്ക് അവരൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോഴ്സും കൂടി ഈ കൂട്ടത്തിൽ നമ്മൾ അനൗൺസ് ചെയ്യാണ്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഈ കോഴ്സിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വെബിനാർ എന്ന് വിചാരിക്കരുത്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുമായിട്ട് നമ്മൾ ഡിഫറെന്റ് ടോപ്പിക്കുമായിട്ട് നമ്മൾ വരാറുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഇതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വെക്കേഷനിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ഈ രീതിയിലുള്ള കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യാനുള്ള, മക്കളുടെ ഇമോഷണൽ ഇന്റലിജൻസ് ബിൽഡ് ചെയ്യാനുള്ള രീതിയിലുള്ള എന്തെങ്കിലും ആ ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അവർ എൻഗേജ്ഡ് ആയിരിക്കണം. അവർ ഇതല്ല, ഈ പെട്ടിയല്ല, ഈ ഒരു എന്താ പറയാ, ഈ മൊബൈൽ അല്ല ലോകം എന്നുള്ളത് അവരെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്രോ വിത്ത് റെറ്റോറിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതേപോലെ നമ്മുടെ കോണ്ടാക്ട് നമ്പർ, എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവരുണ്ടാകും. അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ കോഴ്സ് കുറിച്ച് അന്വേഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ആ കോഴ്സ് ഡീറ്റെയിൽസ് ഞാനിവിടെ, നിങ്ങൾ ആവശ്യമുള്ളവർ ആവശ്യമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ അത് ഇവിടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത കോഴ്സാണ്. അതിന്റെ ജസ്റ്റ് ആ ഒരു കോൺടാക്ട് നമ്പറും ഗ്രൂപ്പ് ഇൻവൈറ്റ് ലിങ്കും ഒക്കെ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിലില്ലാത്തവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ്, നമ്മൾ 28-നാണ് 7 days കോഴ്സാണ്. എന്തായാലും നിങ്ങളിൽ അത് ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങളുടെ മക്കളിൽ ചെറിയ ഒരു കംപ്ലീറ്റ് മക്കളെ നമുക്കൊരു 7 days കോഴ്സ് കൊണ്ട് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സംതിങ്, ചെറിയൊരു ബൾബെങ്കിലും കത്തുന്ന, ചെറിയ രീതിയിലെങ്കിലും അവിടുന്ന് അങ്ങോട്ട് ഒരു റീഡിങ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യണം, വായിക്കണം, അങ്ങനെ എന്തെങ്കിലും ചെറിയ തോട്ട്, ചെറിയ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയാവും. പിന്നെ അവർ അതിൽ പിടിച്ചങ്ങ് പോയിക്കോളും. കാരണം നമ്മളെ പോലെയല്ല, മക്കളാണ്, അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഒരു പബ്ലിക് സ്പീക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്, പബ്ലിക് സ്പീക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും അതിൽ അവർ നമുക്ക് കോൺഫിഡൻസ് ബിൽഡിങ്ങും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കളെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടീമിന് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അതല്ല ഈ ഒരു കോൺടാക്ട് നമ്പറിൽ എൻക്വയറി ചെയ്യാം. അതേപോലെ തന്നെ എൽഡേഴ്സിനുമുള്ള, ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പാരന്റിങ്ങിനെ കുറിച്ച് സെഷൻ എടുത്തത് നമ്മുടെ റെറ്റോറിയൻ സ്പീക്കറാണ്, നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ആളാണ് ഫസരിയ മാം. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ആരൊക്കെയോ ഞാനിവിടെ കാണുന്നുണ്ട്, പേര് കാണുന്നുണ്ട്, കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകളെയും കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ ജോയിൻ ചെയ്യാൻ അനുസരിക്കാത്ത മക്കൾ ആണെങ്കിൽ എന്ത് ചെയ്യും? അവരെ നമ്മൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ അവരെ ഒന്ന് സംസാരിക്കും, നമ്മൾ അവരോടൊന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക്, നമുക്കൊന്ന് സംസാരിക്കാനുള്ളൊരു സിറ്റുവേഷൻ, ഒരു ഫോൺ എടുത്ത് സംസാരിക്കാനുള്ള സിറ്റുവേഷൻ, ഒരു ബിഫോർ ദ കോഴ്സ്, ആ കോഴ്സിന് മുമ്പേ നമ്മൾ ഒരു പേഴ്സണൽ മെന്ററിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പറ്റുന്നവരോട് നമ്മൾ സംസാരിക്കും കേട്ടോ. ആ ഒരു അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് പറയാം, അവർ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ, അതാ ഞാൻ പറഞ്ഞത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, താല്പര്യമുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാകും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടിയുടെ താല്പര്യമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയിൽ ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ബാക്കി നമുക്ക് ഡയറക്റ്റ് നമുക്ക് സംസാരിക്കാം. ഓക്കെ,
അതാണ് ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഫസിറിയ മാം നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിച്ച ആളാണ്. അതേപോലെ നമ്മുടെ നെക്സ്റ്റ് ബാച്ചും 24th സ്റ്റാർട്ട് ചെയ്യുന്നത്. പബ്ലിക് സ്പീക്കിങ്ങിന്റെ ബേസിക് ആൻഡ് അഡ്വാൻസ് ആ കോഴ്സ് 24th സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലേക്കും ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റും കൂടെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും അതും ഈ സെയിം നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള, ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ്, ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സ്കില്ല് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു സ്റ്റേജിന് മുകളിൽ കയറുന്നിട്ട് സംസാരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ വേ ഓഫ് ടോക്കിംഗ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, എന്തിലും നമുക്ക് മറ്റുള്ളവരിലേക്ക് എന്താണോ ചിലപ്പോൾ നമ്മുടെ ഒരു നോട്ടം മതിയാകും. ആ നോട്ടം പോലും, ആ നോട്ടത്തിന്റെ ഇമ്പോർട്ടൻസ് പോലും നമ്മുടെ ഈ കോഴ്സിലൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. വെറുതെ നമ്മൾ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ നമ്മുടെ എനർജി ലെവൽ, സംസാരിക്കുമ്പോൾ നമ്മുടെ എനർജി ലെവൽ, നമ്മുടെ ഐ കോണ്ടാക്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതൊരു സ്റ്റേജിന് മുകളിൽ മാത്രമല്ല. ഇഫ് ഇറ്റ് ഇസ് എ സ്മോൾ ഓഡിയൻസ്, ഇഫ് ഇറ്റ് ഇസ് എ ലാർജ് ഓഡിയൻസ്, വലിയ ഓഡിയൻസ് ആയാലും ചെറിയ ഓഡിയൻസ് ആയാലും, ഒരു ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയാലും, അതിലൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്യണം അല്ലെ, നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ മക്കളോട് പ്രൊഫഷണൽ, പേഴ്സണൽ, സോഷ്യൽ എവിടെ ആയാലും, പ്രൊഫഷണൽ മാത്രമല്ല, ചില ആളുകൾ പറഞ്ഞു ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ എനിക്ക് എന്തിനായ സ്കില്ല്. അപ്പൊ എവിടെ ആയാലും നമുക്ക് വേണ്ടത് സ്കില്ല് തന്നെയാണ്. അപ്പൊ അതിനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ സെയിം നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അഡ്മിൻസിന്റെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. 24th കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴ്സിന്റെ ഡീറ്റെയിൽസും പിന്നെ അത് ഇന്നും നാളെ ഈവനിങ് 10 മണിക്ക് മുന്നായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഒക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു 10 മണിക്ക് മുന്നേ ജോയിൻ ചെയ്യുന്നവർക്ക്. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ ഈ സെഷൻ എടുത്തു തന്ന ഫസിറിയ മാമിനും അതേപോലെ തന്നെ നമ്മുടെ സെഷൻ ഇത്രയും നേരം ഇരുന്ന് നിങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ഒരു എന്താ പറയാ ഹാർട്ട് ഫെൽ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കൊന്നും ചോദിക്കാനില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. ഇനിയും നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സെഷൻസുമായിട്ട് വരുന്നതായിരിക്കും, ഇതേപോലെ ഡിഫറെന്റ് ടോപ്പിക്സുമായിട്ട്. എന്തായാലും ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ മക്കൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതെവിടെയാണോ കിട്ടുന്നത് അത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമെന്ന്. നിങ്ങൾ അല്ലേ, നമ്മൾ ഒരുപാട് അല്ലേ, നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു ജസ്റ്റ് ഒരു ഹോട്ടലിൽ കയറി ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം പണം ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുട്ടിക്ക് എന്താ കിട്ടുന്നത്? ആ ഒരു മൊമെന്റിലുള്ള ഹാപ്പിനെസ് മാത്രമാണ് കിട്ടുന്നത്. അതേസമയം ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷെ അവർ തിരിച്ചു പറഞ്ഞേക്കാം, അന്ന് എനിക്ക് ഈ ഒരു സ്കില്ല് ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഉണ്ടാക്കി തന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നത് എന്ന് അവർ നമ്മളോട് തിരിച്ചു പറയുന്ന ഒരു മൊമെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതേസമയം അവരൊരിക്കലും പറയില്ല അന്ന് എനിക്ക് ആ മന്തി വാങ്ങി തന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അന്ന് എനിക്ക് ആ ഡ്രസ്സ് വാങ്ങി തന്നോണ്ടാണ്, അല്ലെങ്കിൽ അന്ന് എനിക്ക് ആ ഫാസ്റ്റ് ഫുഡ് അതൊരിക്കലും അവരുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. അതിന് ഓരോ മൊമെന്റിലുള്ള ഹാപ്പിനെസ് മാത്രമാണ്. അതേസമയം ലൈഫ് ലോങ് ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ടൂളായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത്. സോ ആ ഒരു നോട്ടോട് കൂടി നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ആരെയും കാണുന്നില്ല, വീണ്ടും പറയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓൺ ദാറ്റ് നോട്ട് ലെറ്റ് മീ വൈൻഡ് അപ്പ് ദി സെഷൻ. എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? യെസ് സർ നോ? അറ്റ്ലീസ്റ്റ് ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്തിട്ട് പറയാം. സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ? താങ്ക് യു ഷെറിൻ മാം, താങ്ക് യു ഹഫ്സ മാം, താങ്ക് യു നസിറ മാം, താങ്ക് യു. അപ്പൊ ആ ഒരു നോട്ടോട് കൂടി താങ്ക് യു ജുഹൈന മാം, താങ്ക് യു ഷമീമ മാം. അപ്പൊ ആ ഒരു നോട്ടോട് കൂടി നമ്മൾ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ എന്താ പറയാ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ, നാളെ ഇല്ലെങ്കിൽ മറ്റന്നാൾ, അതേപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ടോപ്പിക്കുമായിട്ട് ഡിഫറെന്റ് സെഷൻസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ടാകും. ആരോ സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.